നമസ്കാരം. വീണ്ടും ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് തന്നെയാണ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 2024 ജൂലൈ മാസത്തിൽ നടന്ന അക്കൗണ്ട് ടെസ്റ്റ് ഹയർ പേപ്പറാണ്. KTCയുടെ ഹയർ പേപ്പറാണ് 2024 ജൂലൈ. നേരിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് കീഴിലുള്ള ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസിന്റെ തലവൻ. ഇന്ത്യയുടെ CAGയുടെ കീഴിലുള്ള തലവൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് അക്കൗണ്ടന്റ് ജനറൽ ആണ്. ആൻസർ അക്കൗണ്ടന്റ് ജനറൽ. ദ ഹെഡ് ഓഫ് ദ ഓഫീസ് ഓഫ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് സബോർഡിനേറ്റഡ് ടു ദി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഹെഡ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിന്റെ ഹെഡ് അക്കൗണ്ടന്റ് ജനറൽ ആണ്. രണ്ടാമത്തെ ചോദ്യം, ഫ്രം ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ടേം ചെക്ക്. ചെക്ക് എന്ന അതിന്റെ കീഴിൽ എന്ന പദത്തിൽ ചെക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? അത് ചെലാനുണ്ട്, പുസ്തകമുണ്ട്, പണമുണ്ട്. അപ്പൊ ഇതില് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണ്. ചെക്ക് എന്ന പദത്തിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റും ഉൾപ്പെടുന്നു എന്നതാണ് സത്യം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലർക്കും ഇതൊരു പുതിയ ചോദ്യമാണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഈ ചോദ്യം ഞാൻ ഇതുവരെ കണ്ടില്ല. അപ്പോൾ ചെക്ക് എന്ന് പറയുന്നതിൽ ആദ്യം എന്തുകൂടി വരുന്നുണ്ട്? ഡിമാൻഡ് ഡ്രാഫ്റ്റ് കൂടി എന്ന ചെക്കിന്റെ ആ പദത്തിന്റെ വ്യാപ്തിയിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റുകളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓർമ്മിച്ചു വെക്കുക. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്തിലെ എല്ലാ ട്രഷറികളും ആരുടെ ഭരണ നിയന്ത്രണത്തിലാണ്? അത് ട്രഷറി ഡയറക്ടറുടെ ഭരണ നിയന്ത്രണത്തിലാണ് എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഏതെങ്കിലും വിഷയത്തിന്റെ ഓൾ മണീസ് റിസീവ്ഡ് വിത്ത് എനി കോർട്ട് ടു ദി ക്രെഡിറ്റ് ഓഫ് എനി മാറ്റർ ഷാൽ ഓൾസോ ബി പെയ്ഡ് ഇൻ ടു. ഏതെങ്കിലും വിഷയത്തിന്റെ ക്രെഡിറ്റിലേക്ക് ഏതെങ്കിലും കോടതിയിൽ ലഭിച്ച എല്ലാ പണവും താഴെ പറയുന്നതിലേക്ക് നൽകാം. ഓൾസോ പെയ്ഡ് ഇൻ ടു, കോടതിയിൽ ലഭിച്ച എല്ലാ പണവും താഴെ പറയുന്നത് പൊതു അക്കൗണ്ടിലേക്ക്, പബ്ലിക് അക്കൗണ്ടിലേക്ക് കൊടുക്കാം എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. അടുത്ത ചോദ്യം, ഈ താഴെ പറയുന്നതില് ഡിപ്പാർട്ട്മെന്റൽ ചെലവിലേക്ക് നേരിട്ട് വിനിയോഗിക്കുന്നതിൽ ഏത് പേയ്മെന്റ് ഇനമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അപ്പോ നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരിട്ട് ചെലവിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ആദ്യം നോക്കണം. അപ്പോൾ ചില വരുമാനത്തിൽ നിന്ന്, സർക്കാരിലേക്ക് ലഭിക്കുന്ന ചില വരുമാനത്തിൽ നിന്ന് ചില പ്രത്യേക ഇനങ്ങൾക്ക് നേരിട്ട് തുക എടുത്തുപയോഗിക്കാൻ അനുവാദമുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് നൽകല്, തൊഴിലാളികൾക്ക് കൂലി, മസ്റ്റർ റോൾ പ്രകാരം തൊഴിലാളികൾക്കുള്ള പേയ്മെന്റ്, സ്റ്റാമ്പ് വെണ്ടർമാർക്കുള്ള കിഴിവ്. സ്റ്റാമ്പ് വെണ്ടർമാർക്കുള്ള കിഴിവ് ശരിക്കും അത് വെണ്ടർമാർക്കുള്ള കിഴിവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? സ്റ്റാമ്പ് വെണ്ടർമാർക്ക് കമ്മീഷൻ കൊടുക്കും. സ്റ്റാമ്പ് വെണ്ടർമാർ എന്ന് പറഞ്ഞാൽ ആരാണ്? മുദ്ര പേപ്പർ വിൽക്കുന്നവർ, അതാണ് സ്റ്റാമ്പ് വെണ്ടർമാർ. അവർക്ക് ഓരോ മുദ്ര പേപ്പർ ഓരോ ഇത്ര രൂപയുടെയും വിൽക്കുന്നതിന് കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷൻ അവർക്ക് കിട്ടുന്ന സ്റ്റാമ്പ് വിറ്റ് കിട്ടുന്ന ഈ അതായത് മുദ്ര പേപ്പർ വിറ്റ് കിട്ടുന്ന പണത്തിൽ നിന്ന് അവർക്ക് എന്തെടുക്കാം? ഈ കമ്മീഷൻ നേരിട്ട് കിഴിവ് ചെയ്ത് നൽകും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ സ്റ്റാമ്പ് വെണ്ടർമാർക്കുള്ള കിഴിവാണ് അത്തരത്തിൽ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഹൂ മേ പെർമിറ്റ് വിഡ്രോവൽ ഫോർ എനി പർപ്പസ്. ഏത് പർപ്പസിനും പണം പിൻവലിക്കാനുള്ള അനുമതി നൽകുന്നത് ആരാണ്? ഏതൊരാവശ്യത്തിനും പണം പിൻവലിക്കാനുള്ള അനുമതി നൽകുന്നത് അക്കൗണ്ടന്റ് ജനറലാണ്. ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. അടുത്ത ചോദ്യം, ഫോമാണ്. ഫോം നമ്മൾ പറയാറില്ല, അതുകൊണ്ട് ഒഴിവാക്കാണ്. അടുത്ത ചോദ്യം, അവസാന ശമ്പള സർട്ടിഫിക്കറ്റ്, അതായത് LPC, ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ പേയ്മെന്റിനുള്ള ശമ്പളവുമായി ബന്ധപ്പെട്ട ക്ലെയിം
ഇനി പറയുന്നവയിൽ ആരാണ്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു ഓഫീസിൽ നിന്നും മറ്റൊരു ഓഫീസിലേക്ക് പോയി. സ്ഥലം മാറ്റമോ പ്രൊമോഷനോ ആയി പോയി കഴിഞ്ഞാൽ അയാൾ പുതിയ ഓഫീസിൽ ശമ്പളം മാറണമെങ്കിൽ അയാൾക്ക് LPC വെക്കണം. കഴിഞ്ഞ തലേ ഓഫീസിൽ നിന്ന് അവസാനമായി വാങ്ങിയ ശമ്പളത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചേ പറ്റൂ. അതിനാണ് അവസാന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ്, LPC, അത് വെച്ചിരിക്കണം. ഇവിടെ ഈ LPC ഹാജരാക്കാതെ പേയ്മെന്റിനുള്ള ശമ്പളവുമായി ബന്ധപ്പെട്ട ക്ലെയിം ഏതാണ് താഴെ പറയുന്നത്? LPC ഇല്ലാതെ പൈസ കിട്ടും. എങ്ങനെയുള്ളവർക്കാ? സർക്കാർ സർവീസിൽ പുതുതായി നിയമിതനായ ഒരു വ്യക്തിയുടെ ശമ്പളം. കേൾക്കണേ, സർക്കാർ സർവീസിൽ പുതിയതായിട്ട് നിയമിതരായ ഒരു വ്യക്തിക്ക് എന്തുണ്ടാവില്ല? LPC ഉണ്ടാവില്ല. കാരണം അയാൾക്ക് മുന്നേ ഒരു ഓഫീസ് ഇല്ല, മുന്നേ ശമ്പളം വാങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് അയാൾക്ക് LPC ഇല്ല. അങ്ങനെ ഉള്ള ആൾക്കാർക്ക് സർക്കാർ സർവീസിൽ പുതുതായിട്ട് നിയമിതനായ വ്യക്തിക്ക് LPC ഇല്ലാതെ ശമ്പളം എടുക്കാം, വാങ്ങാം. അടുത്ത ചോദ്യം, ഒമ്പതാമത്തെ ചോദ്യം ഫോറോ ആണ്. സ്പെസിഫിക് സിഗ്നേച്ചർ കാർഡിന്റെ ഫോറോ ആണ് ചോദിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം 10. മറ്റൊരു ഗവൺമെന്റിന് ഡെബിറ്റ് അല്ലെ ക്രെഡിറ്റ് വഴി സംസ്ഥാനത്തിന്റെ ബാലൻസിനെതിരായ എല്ലാ ക്രമീകരണങ്ങളും ഇനി പറവിയിലൂടെ നടത്തണം. ഹെഡ് ഓൺ ചോദിച്ചിരിക്കുന്നത്, ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് എഗെയിൻസ്റ്റ് ദ ബാലൻസ് ഓഫ് ദ സ്റ്റേറ്റ് ബൈ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ടു അനദർ ഗവൺമെന്റ് ഷാൽ ബി മെയ്ഡ് ത്രൂ. അതായത് മറ്റൊരു ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ഡെബിറ്റോ ക്രെഡിറ്റോ ഏത് ഹെഡിലൂടെ നടത്തണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരള അക്കൗണ്ട് കോഡിൽ നിന്നുള്ള ചോദ്യമാണ്. ആ ഡെബിറ്റ്, ആ ഹെഡ് നമ്മൾ നിരവധി തവണ പറഞ്ഞതാണ്. ഒരിക്കൽ കൂടി, മറ്റൊരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള, മറ്റൊരു സംസ്ഥാനം വേണ്ട, കേന്ദ്രമായിക്കോട്ടെ, മറ്റൊരു ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള ഡെബിറ്റിലോ ക്രെഡിറ്റിലോ വരുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ ഏത് ഹെഡിലൂടെ നടത്തും എന്നാണ് ചോദ്യം. ആ ഹെഡിന്റെ പേര് സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പല രീതിയിൽ ഇത് പറയാറുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ എന്ന് പറയാറുണ്ട്. സെൻട്രൽ അക്കൗണ്ട്സ് വിഭാഗം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ഹെഡിലൂടെയാണ് മറ്റൊരു ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള ഡെബിറ്റോ ക്രെഡിറ്റോ അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുന്നത്. വിട്ടുപോകരുതേ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സെൻട്രൽ അക്കൗണ്ട്സ് വിഭാഗം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, മറ്റൊരു സംസ്ഥാനത്തിനു വേണ്ടി ടെൻഡർ ചെയ്ത പണം ട്രഷറി ഓഫീസർ സ്വീകരിക്കുന്നതിനും ബാങ്കിനെ അധികാരപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ മറ്റൊരു സംസ്ഥാനത്തിനെതിരെയുള്ള ഏതെങ്കിലും ക്ലെയിം പേ ചെയ്യുന്നതിന് ആരാണ് അധികാരം നൽകുന്നത് എന്നാണ് ഇവിടെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ എന്നാണ്. അപ്പോൾ ഉത്തരത്തിന്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇന്ത്യൻ ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ വിവിധ സംസ്ഥാന സർക്കാരുകളുടെയോ സാമ്പത്തിക ഇടപാടുകൾ ശരിക്കും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഒരു സംസ്ഥാന സർക്കാരിന്റെ ട്രഷറി വഴി മറ്റൊരു സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ നടക്കുമ്പോൾ അക്കൗണ്ടന്റ് ജനറലിന്റെ അനുമതിയോ കൂടിയാലോചനയോ ആവശ്യമാണ്. ഇപ്പം അത് വീണ്ടും വേണമെങ്കിൽ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഒരു ട്രഷറി വഴി തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു തുക സ്വീകരിക്കുകയോ അല്ല ഒരു ക്ലെയിം നൽകേണ്ടി വരികയോ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, നമ്മുടെ കേരളത്തിലെ ട്രഷറി വഴി. ഇവിടെ കേരളത്തിലെ ട്രഷറി ഓഫീസർക്ക് നേരിട്ട് മറ്റൊരു സംസ്ഥാനത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തുക അനുവദിക്കാനുള്ള അധികാരമില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ പണം നൽകുന്നതിനോ ക്ലെയിം അംഗീകരിക്കുന്നതിനോ അക്കൗണ്ടന്റ് ജനറൽ അംഗീകാരം നൽകണം. മനസ്സിലായില്ലേ? അപ്പം മറ്റൊരു സംസ്ഥാനത്തിന്റെ ക്ലെയിം ഡെബിറ്റ് ആയിക്കോട്ടെ ക്രെഡിറ്റ് ആയിക്കോട്ടെ, അത് കൊടുക്കണമെങ്കിൽ ആ സംസ്ഥാനമായിട്ട് നേരിട്ട് ഇടപാട് നടത്താൻ വേണ്ടി നമ്മൾ കേരളത്തിലെ ട്രഷറി ഓഫീസർമാർക്ക് അധികാരമില്ല. അതിന് അക്കൗണ്ടന്റ് ജനറലിന്റെ അംഗീകാരം വേണം. അടുത്ത ചോദ്യം, ട്രഷറികളുടെ ശരിയായ പ്രവർത്തനത്തിന് ആരാണ് ഉത്തരവാദി?
അത് ട്രഷറി ഡയറക്ടറാണ്. ഉത്തരം ട്രഷറി ഡയറക്ടർ എന്നാണ്. അടുത്ത ചോദ്യം, ദ വേർഡ് ട്രഷറി ഇറഗുലാരിറ്റി മീൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇതുവരെ എവിടെയും കണ്ടില്ല. ട്രഷറി ഇറഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളം ട്രഷറി ക്രമക്കേട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ, ഏതെങ്കിലും ട്രഷറി നടത്തുന്ന ഒരു ക്രമക്കേട് അക്കൗണ്ടന്റ് ജനറൽ ശ്രദ്ധിക്കുകയും ട്രഷറി ഡയറക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിന് ട്രഷറി ഇറഗുലാരിറ്റി എന്ന് നമ്മൾ പറയും. ഏതെങ്കിലും ട്രഷറി നടത്തുന്ന ഒരു ക്രമക്കേട് അക്കൗണ്ടന്റ് ജനറൽ അത് ശ്രദ്ധിക്കുകയും ട്രഷറി ഡയറക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് അതിന് നമ്മൾ ട്രഷറി ഇറഗുലാരിറ്റി എന്ന് പറയുന്നത്. When any irregularity committed by any treasury noted by accountant general and brought to the notice of the treasury director. അടുത്ത ചോദ്യം, ട്രഷറി കണക്കുകൾ ഏത് കോഡിൽ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ട് കർശനമായി സൂക്ഷിക്കാൻ ട്രഷറി ഓഫീസർ ബാധ്യസ്ഥനാണ്? ഏത് റൂൾസിൽ അടങ്ങിയിരിക്കുന്ന, കോഡിൽ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഈ കണക്കുകളൊക്കെ സൂക്ഷിക്കേണ്ടത്? ട്രഷറിയുടെ കണക്കുകൾ കേരള അക്കൗണ്ട് കോഡിലെ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. കേരള ട്രഷറി കോഡല്ല, കേരള അക്കൗണ്ട് കോഡിലെ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ട്രഷറിയുടെ കണക്കുകൾ ട്രഷറി ഓഫീസർ സൂക്ഷിക്കേണ്ടത്. അടുത്ത ചോദ്യം, ട്രഷറി ഓഫീസർ തൻ്റെ കസ്റ്റഡിയിലുള്ള പണം എത്ര കാലഘട്ടം വെച്ചിട്ട് പരിശോധിക്കണം? ട്രഷറി ഓഫീസർ എത്ര കാലഘട്ടത്തിനുള്ളിൽ പരിശോധിച്ചിരിക്കണം? അപ്പോൾ എല്ലാ മാസവും ഒരിക്കൽ ട്രഷറി ഓഫീസർ തൻ്റെ കസ്റ്റഡിയിലുള്ള പണം മാസത്തിലൊരിക്കൽ പരിശോധിക്കേണ്ടതാണ്. ആൻസർ മാസത്തിൽ ഒരിക്കൽ എന്നാണ്. അടുത്ത ചോദ്യം, ട്രഷറി ഓഫീസർ നിക്ഷേപ രജിസ്റ്റർ എപ്പോൾ പരിശോധിക്കണം? അതായത് ദ ട്രഷറി ഓഫീസർ ഷാൽ വെരിഫൈ ദ ഡിപ്പോസിറ്റ് രജിസ്റ്റർ അറ്റ് ലീസ്റ്റ്, ഏറ്റവും ചുരുങ്ങിയത് എത്ര കാലത്തിനുള്ളിൽ ട്രഷറി ഓഫീസർ ഡിപ്പോസിറ്റ് രജിസ്റ്റർ പരിശോധിക്കണം? 3 മാസത്തിലൊരിക്കൽ എന്നാണ് ആൻസർ. ട്രഷറി ഓഫീസർ 3 മാസത്തിലൊരിക്കൽ ഡിപ്പോസിറ്റ് രജിസ്റ്റർ പരിശോധിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, ഒരു ട്രഷറിയിൽ പണം കൈകാര്യം ചെയ്യുന്നതിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥൻ. ചോദ്യം കണ്ടപാടി ചാറിക്കയറി ഉത്തരം എഴുതരുത്, ഒന്നുകൂടെ കേൾക്കണം. പെട്ടെന്ന് നമ്മൾ ട്രഷറി ഓഫീസറാന്ന് പറയും. ഒരു ട്രഷറിയിൽ ദ ഓഫീസർ റെസ്പോൺസിബിൾ ഫോർ ഹാൻഡിലിംഗ് ദ മണി അറ്റ് എ ട്രഷറി. ഒരു ട്രഷറിയിൽ പണം കൈകാര്യം ചെയ്ത് മാത്രമാണ്. അതിന് ഉത്തരവാദിത്തം ആർക്കാണ്? അത് ചീഫ് ട്രഷറർക്കാണ്. ആൻസർ ചീഫ് ട്രഷററാണ് പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം. അടുത്ത ചോദ്യം, നോട്ടം എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? NANOTTAM, നോട്ടം. നോട്ടം എന്ന് പറയുന്നത് പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് നോട്ടം. പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട വാക്കാണ് നോട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു ട്രഷറി ഓഫീസർ ഒരു സമയത്ത് 7 ദിവസമോ അതിൽ കൂടുതലോ ആ സ്ഥാനത്ത് ഹാജരായാൽ ആ കാലയളവിലെ ട്രഷറിയിലെ ബാലൻസ് ഓരോ എത്ര ദിവസത്തിനുള്ളിൽ ആ ക്യാഷ് ബാലൻസ് അയാൾ തെളിയിക്കണം? അതിൻ്റെ ആൻസർ, ഓരോ 7 ദിവസത്തിലും അയാൾ ഈ ക്യാഷ് ബാലൻസ് തെളിയിക്കുക. ഹി ഷാൽ പ്രൂവ് ദ ബാലൻസ് ഇൻ ദ ട്രഷറി once in every 7 days. Once in every 7 days during that period. ഇപ്പോൾ നമ്മൾ അതിൻ്റെ എന്താ പറഞ്ഞ് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ, ഒരാള് ഒരു സബ് ട്രഷറി ഓഫീസർ തുടർച്ചയായിട്ട് 7 ദിവസമോ അതിൽ കൂടുതലോ ദിവസങ്ങൾ ഒരേ ആസ്ഥാനത്ത് ജോലി ചെയ്യുകയാണെന്ന് കരുതുക. ഇപ്പോൾ നമുക്ക് വേണം ഒരു ഉദാഹരണം, ഒരു ട്രഷറി ഓഫീസർ ജനുവരി 1 മുതൽ ജനുവരി 10 വരെ ട്രഷറി ആസ്ഥാനത്ത് ഓഫീസറായിട്ടുണ്ട്. ഈ 10 ദിവസത്തെ കാലയളവിൽ ട്രഷറിയിലെ ബാലൻസ് കൃത്യമാണെന്ന് അയാൾ ഓരോ 7 ദിവസത്തിലൊരിക്കൽ പരിശോധിച്ച് തെളിയിക്കണം. അപ്പോൾ
ചുരുക്കത്തിൽ 7 ദിവസമോ അതിൽ കൂടുതലോ ആ സ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാവുമ്പോൾ ആ ദിവസങ്ങളിൽ ട്രഷറി ബാലൻസ് പരിശോധിക്കേണ്ട ഇടവേള എന്ന് പറയുന്നത് 7 ദിവസത്തിൽ ഒരിക്കലായിരിക്കണം. 15 ദിവസം അവിടെ ഉണ്ടെങ്കിലോ വീണ്ടും അടുത്ത 7 കൂടി അതിൽ വരുന്നതുകൊണ്ട് വീണ്ടും ഒരു 7 ദിവസത്തിലും അയാൾ ഇത് പരിശോധിച്ച് ട്രഷറി ബാലൻസ് പരിശോധിച്ച് പ്രൂവ് ചെയ്യേണ്ടതാണ്. 7 ദിവസത്തിനുള്ളിൽ, ഓരോ 7 ദിവസത്തിനുള്ളിലും ഒരിക്കൽ, വൺസ് ഇൻ എവരി 7 ഡേയ്സ്. ഓക്കെ. അടുത്ത ചോദ്യം, നോൺ ബാങ്കിംഗ് സബ് ട്രഷറിയിൽ ജില്ലാ ട്രഷറി ഓഫീസർ മുൻകൂർ അറിയിപ്പ് കൂടാതെ എത്ര കാലയളവിനുള്ളിൽ ക്യാഷ് ബാലൻസ് പരിശോധിക്കേണ്ടതാണ്? ശ്രദ്ധിക്കുക, നോൺ ബാങ്കിങ് സബ് ട്രഷറിയിൽ ജില്ലാ ട്രഷറി ഓഫീസർ ഒരു മുന്നറിയിപ്പും കൂടാതെ ക്യാഷ് ബാലൻസ് പരിശോധിക്കണം. എത്ര കാലത്തിനുള്ളിലാ? ഒരു മാസത്തിലൊരിക്കലാണ്. മാസത്തിലൊരിക്കൽ നോൺ ബാങ്കിങ് ട്രഷറി സർപ്രൈസ് വിസിറ്റ് ആണ്. മുന്നറിയിപ്പ് കൊടുക്കാതെ, മുൻകൂർ അറിയിപ്പ് കൊടുക്കാതെ ക്യാഷ് ബാലൻസ് വന്ന് പരിശോധിക്കണം. അടുത്ത ചോദ്യം, ട്രഷറികളുടെ ഡയറക്ടർ സബ് ട്രഷറികളുടെ പരിശോധന എത്ര കാലയളവിൽ നടത്തണം? ട്രഷറി ഡയറക്ടർ നേരിട്ടല്ല ആവണമെന്നില്ല. ട്രഷറി ഡയറക്ടറെ ചുമതലപ്പെടുത്തുന്ന ഒരു വ്യക്തി ആവായ മതി. അത് 2 വർഷത്തിലൊരിക്കൽ ട്രഷറി ഡയറക്ടർ ശരിക്കും ഈ ട്രഷറികളുടെ സബ് ട്രഷറികളുടെ പരിശോധന അറേഞ്ച് ചെയ്യും. സബ് ട്രഷറികളുടെ പരിശോധന അറേഞ്ച് ചെയ്യും. അദ്ദേഹം വന്ന് പരിശോധിക്കലല്ല, അത് ജില്ലാ ട്രഷറി ഓഫീസറുടെ ആ കാറ്റഗറിയിൽ അതേ തസ്തികയുടെ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ ആയിരിക്കും നിയമിക്കുക ഈ സബ് ട്രഷറി പരിശോധിക്കാൻ. അത് 2 വർഷത്തിലൊരിക്കലാണ് സബ് ട്രഷറി പരിശോധിക്കുന്നത്. ആര് എന്നുള്ളത് ഇവിടെ പ്രധാനം കേട്ടോ. ട്രഷറി ഡയറക്ടറാണ് പറഞ്ഞിരിക്കുന്നത്. അത് ട്രഷറി ഡയറക്ടർ പരിശോധിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്യുന്നതാണ്. ട്രഷറി ഡയറക്ടർ നേരിട്ടല്ല. ജില്ലാ ട്രഷറി ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ട്രഷറി ഡയറക്ടർ എല്ലാ സബ് ട്രഷറികളും 2 വർഷത്തിലൊരിക്കൽ പരിശോധിപ്പിക്കും. അടുത്ത ചോദ്യം, ജില്ലാ ട്രഷറി ഓഫീസർ ഒരു വർഷത്തിൽ എല്ലാ സബ് ട്രഷറികളിലും ഒരു അറിയിപ്പ് കൂടാതെ പരിശോധന നടത്തേണ്ടതാണ്. ജില്ലാ ട്രഷറി ഓഫീസർ ഒരു വർഷത്തിൽ എത്ര തവണ വേണം? ഒരു തവണ. വർഷത്തിൽ ഒരു തവണയെങ്കിലും എല്ലാ സബ് ട്രഷറികളിലും ഒരു അറിയിപ്പും കൂടാതെ പരിശോധന നടത്തേണ്ടതാണ്. അടുത്ത ചോദ്യം, ഓരോ റെസിപ്റ്റും പേയ്മെന്റും ക്യാഷ് ബുക്കിൽ എപ്പാ പോസ്റ്റ് ചെയ്യണ്ടെന്നാ ചോദിച്ചത്. അവ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന സമയത്തും തീയതിയിലും. ഒരു ക്യാഷ് ബുക്കിൽ അന്ന് നടന്ന കാര്യം അന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് റെസീറ്റ് ആയിക്കോട്ടെ, പേയ്മെന്റ് ആയിക്കോട്ടെ, വരവായിക്കോട്ടെ, ചെലവായിക്കോട്ടെ, നമ്മൾ അത് ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യുന്നത് ആ ദിവസം തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. ക്യാഷ് ബുക്ക് മാസത്തിൽ ഒന്ന് ചെയ്താൽ പോരാ, അതേ ദിവസം തന്നെ ക്യാഷ് ബുക്കിൽ റെസീറ്റും പേയ്മെന്റ്സും രേഖപ്പെടുത്തണം. ഓക്കെ. അടുത്ത ചോദ്യം, സബ് ട്രഷറികളുടെ ഇടപാടുകളുടെ അടവ് കാരണം ട്രഷറി ഓഫീസർക്ക് ഓരോ സബ് ട്രഷറി വൗച്ചറും സൂക്ഷ്മമായി പരിശോധിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ, ഇപ്പൊ സബ് ട്രഷറിയിൽ ഭയങ്കര തിരക്കാണ്, എല്ലാ വൗച്ചറുകളും സബ് ട്രഷറി വൗച്ചറുകളും സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ വേണ്ടി സബ് ട്രഷറി ഓഫീസർക്ക് പറ്റുന്നില്ല എങ്കിൽ അയാൾ മിനിമം എത്ര ശതമാനം വൗച്ചറുകൾ പരിശോധിക്കണം? അത് 20%. സബ് ട്രഷറി ഓഫീസർക്ക് ഭയങ്കര തിരക്കാണെങ്കിൽ മിനിമം 20% വൗച്ചറുകളെങ്കിലും സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ്. 20%. അടുത്ത ചോദ്യം, നോൺ ബാങ്കിങ് സബ് ട്രഷറിയുടെ പ്രതിമാസ അക്കൗണ്ടുകൾ എപ്പോൾ ക്ലോസ് ചെയ്യണം? നോൺ ബാങ്കിങ് സബ് ട്രഷറികളുടെ പ്രതിമാസ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുന്നതാണ്. അത് ഓരോ മാസത്തെയും അവസാനത്തെ പ്രവൃത്തി ദിവസം ക്ലോസ് ചെയ്യണം. അതാണ് ഉത്തരം. നോൺ ബാങ്കിങ് സബ് ട്രഷറിയുടെ പ്രതിമാസ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുന്നത് ഓരോ മാസത്തെയും അവസാന പ്രവൃത്തി ദിവസമാണ്. അടുത്ത ചോദ്യം, ട്രഷറി വകുപ്പുമായി ബന്ധപ്പെട്ട ഫിഡലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് പോളിസി ആരുടെ പേരിലാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്? റിലേറ്റഡ് വിത്ത് ട്രഷറി ഡിപ്പാർട്ട്മെന്റ്, ദ ഫിഡലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് പോളിസി ഈസ് ഇഷ്യൂഡ് ഇൻ ദ നെയിം ഓഫ്
ആരുടെ പേരിലാണ് അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? അതിൻ്റെ ആൻസർ ട്രഷറി ഡയറക്ടറുടെ പേരിലാണ് ഫിഡലിറ്റി ഇൻഷുറൻസ് നമ്മൾ പിന്നെ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ട്രഷറി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ജീവനക്കാരുടെ കാര്യത്തിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾക്കും സുരക്ഷയ്ക്കുമായിട്ട് എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഫിഡലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. ഇത് പൊതുവെ ട്രഷറി ഡയറക്ടറുടെ പേരിലാണ് എടുക്കുക. അടുത്ത ചോദ്യം, ട്രഷറികളുമായി ബന്ധപ്പെട്ട ഫിഡലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഭാഗത്തിലെ തസ്തികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാൽ ആ തസ്തികയിലേക്കുള്ള നിയമന തീയതി മുതൽ എത്ര ദിവസത്തിനുള്ളിൽ വസ്തുത സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിനെ അറിയിക്കണം? കേൾക്കണേ, ട്രഷറികളുമായി ബന്ധപ്പെട്ട ഫിഡലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഭാഗം എന്ന് പറഞ്ഞാൽ ക്യാഷ് കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണത്. തസ്തിക എണ്ണത്തിൽ വർധനവുണ്ടായാൽ അക്കാര്യം അവിടെ തസ്തിക വർദ്ധിച്ചു, നിയമനം പുതിയ ആളെ നിയമിച്ചു, ആ തീയതി മുതൽ ബന്ധപ്പെട്ട വസ്തുത സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിനെ അറിയിക്കേണ്ടതാണ്. എത്ര ദിവസത്തിനുള്ളിൽ? അത് 15 ദിവസത്തിനുള്ളിലാണ് അത് ബന്ധപ്പെട്ട സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിനെ അറിയിക്കേണ്ടത്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇപ്പോൾ 15 ദിവസം പുതിയ അഡീഷണൽ പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കണം. അടുത്ത ചോദ്യം ഫോറമാണ്. വീണ്ടും ഫോറം 3 ഫോറം അടുപ്പിച്ച. അപ്പോൾ നിങ്ങൾക്കത് വളരെ സഹായകരമായിരിക്കും. 3 ഫോറം വന്നാൽ 3 മാർക്കായില്ലേ, പെട്ടെന്ന് ഇൻഡെക്സ് നോക്കി കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്തതും ഫോറമാണ്, 4ാമത്തെ ഫോറം TR6. അടുത്തത്, ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ട്രഷറർ ഉടനടി വിതരണത്തിന് ആവശ്യമായ തുകയ്ക്ക് അഡ്മിനിസ്ട്രേറ്റർമാരിൽ നിന്ന് അഭ്യർത്ഥന ലഭിച്ചാൽ മാത്രം തുക വീണ്ടും സർക്കാർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തുക ആരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതാണ്? ആ ട്രഷററുടെ വ്യക്തിഗത പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക്, അതായത് പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ട് ഓഫ് ദ ട്രഷറർ, അങ്ങനെ ക്രെഡിറ്റ് ചെയ്താൽ മതി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഇതിന് കിട്ടിയ ഒരു ചാരിറ്റബിൾ എൻഡോവ്മെന്റിൽ നിന്ന് അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടിയന്തര സഹായം നൽകാനോ ഈ ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർമാര് ട്രഷറർക്ക് അപേക്ഷ നൽകുന്നു. അങ്ങനെ ഈ ആവശ്യത്തിനായിട്ട് അപേക്ഷ അവിടെ മേടിച്ചു. ഈ ആവശ്യത്തിനായിട്ട് സർക്കാരിൽ നിന്ന് തുക ലഭിക്കുമ്പോൾ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ആവശ്യപ്രകാരം വിതരണം ചെയ്യാൻ തയ്യാറായി ആ തുക ഈ ട്രഷററുടെ വ്യക്തിഗത നിക്ഷേപ അക്കൗണ്ടിൽ, പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നു. അപ്പൊ ട്രഷറർ എന്ന് പറയുന്നത് അറിയാലോ, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡയറക്ടറാണ് ഈ ചാരിറ്റബിൾ എൻഡോവ്മെന്റിന്റെ ട്രഷറർ എന്ന് പറയുന്നത്. അതും സ്ഥിരം ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ ഈ തുക പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ടിൽ സൂക്ഷിച്ചാൽ തുക ഉടനടി വിതരണം ചെയ്യാനുള്ളതായതുകൊണ്ട് അത് വീണ്ടും സർക്കാരിൻ്റെ പ്രധാന അക്കൗണ്ടിലേക്ക് തിരിച്ചടയ്ക്കേണ്ടതില്ല. പകരം ഈ ട്രഷററുടെ പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ടിൽ നിലനിർത്തി ആവശ്യക്കാർക്ക് നൽകാവുന്നതാണ്. അത് അനുവദനീയമാണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, സ്കോളർഷിപ്പ് അടയ്ക്കുന്നതിന് ആവശ്യമായ തുക മുൻകൂറായി എത്ര ഗഡുക്കളായിട്ടാണ് നൽകുക? നമുക്കറിയാലോ, ഈ എമൗണ്ട് റിക്വയർഡ് ഫോർ പേയ്മെന്റ് ഓഫ് സ്കോളർഷിപ്പ് വിൽ ബി പെയ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ എത്ര. അപ്പോൾ ഈ സ്കോളർഷിപ്പുകൾ ഏതായാലും അത് SC/STയോ ലംസം ഗ്രാൻഡോ അത്തരത്തിലുള്ള സ്കോളർഷിപ്പുകളൊക്കെ നൽകുന്നത് മുൻകൂറായിട്ടാണ്. ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ വർഷത്തേക്ക് വേണ്ട സ്കോളർഷിപ്പൊക്കെ ആ സ്കൂള് തുറക്കുമ്പം തന്നെ നൽകും. അപ്പം നമ്മൾ എന്താ പറയുക, അതിന് മുൻകൂറായി നൽകുന്നതാണെന്ന് പറയുന്നു. അപ്പോൾ ആ മുൻകൂറായിട്ട് നൽകുന്ന സ്കോളർഷിപ്പുകൾ എത്ര തവണയായിട്ടാണ്, എത്ര ഗഡുക്കളായിട്ടാണ് നൽകുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അത് 2 ഗഡുക്കളായിട്ടാണ്, 2 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് നൽകുന്നത്. ഓർമ്മിച്ച് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ. അടുത്ത ഒരു ചോദ്യം, ലഭിച്ച പണത്തിന് അനുവദിച്ച യഥാർത്ഥ റെസീറ്റ് നഷ്ടപ്പെട്ടാൽ ട്രഷറിയെ സംബന്ധിച്ചാണ്. ഒരു പണമടച്ചതിന് റെസീറ്റ് കിട്ടി.
റെസീറ്റ് കിട്ടിക്കഴിഞ്ഞ് ആ റെസീറ്റ് നഷ്ടപ്പെട്ടു പോയി. ഒരാൾ പറയാണ് വന്നിട്ട് റെസീറ്റ് നഷ്ടപ്പെട്ടു പോയി, ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെസീറ്റ് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് റെസീറ്റ് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ ഇല്ല. അത് നമ്മൾ എല്ലാവരും തിരിച്ചറിയാം. ഒരു റെസീറ്റ്, പണമടച്ച ഒരു റെസീറ്റ് നഷ്ടപ്പെട്ടാൽ നമുക്കിവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെസീറ്റ് കൊടുക്കുന്ന പരിപാടി ഇല്ല. പകരം എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആ ഒരു പണമടച്ചതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ഒരു നിശ്ചിത ഫീസ് ഈടാക്കാം. ആ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ഒരു നിശ്ചിത ഫീസ് ഈടാക്കി ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് പണം അയച്ചതിൻ്റെ ഒരു നമുക്കറിയാലോ, സർട്ടിഫൈഡ് ദാറ്റ് ആൻ എമൗണ്ട് ഓഫ് ഇത്ര ഹാസ് ബീൻ റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നൽകാവുന്നതാണ്. അത് ഓർമ്മിച്ചിരിക്കുക. അതാണ് ആൻസർ. നിശ്ചിത ഫീസ് ഈടാക്കി ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് റെമിറ്റൻസ് ആഫ്റ്റർ ചാർജിങ് പ്രിസ്ക്രൈബ്ഡ് ഫീ. നിശ്ചിത ഫീസ് ഈടാക്കിയ ശേഷം പണം അയച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകാം. അടുത്ത ചോദ്യം, ട്രഷറികളിലേക്ക് പണം അടയ്ക്കുന്നതിനുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മെമ്മോറാണ്ടം സമർപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. കേൾക്കണേ, ട്രഷറിയിലേക്ക് പണം അടയ്ക്കണമെങ്കിൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി ഉണ്ടാക്കും. സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മെമ്മോറാണ്ടം എഴുതി ഉണ്ടാക്കും. അത് പണം അടയ്ക്കുന്ന കൂട്ടത്തിൽ ആ മെമ്മോറാണ്ടം കൂടി ആണ് നമ്മൾ കൊടുത്തത്. അതിനെന്താ പറയുന്നത്? അതിനാണ് നമ്മൾ ചെലാൻ എന്ന് പറയുന്നത്. ട്രഷറികളിലേക്ക് പണം അടയ്ക്കുന്നതിനുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ചെലാൻ. സോ ദ ആൻസർ ഈസ് ചെലാൻ. 36. അടുത്തത് ഫോറോ ആണ്, വിട്ടു. 37. ഗവൺമെന്റിലേക്കുള്ള പേയ്മെന്റ് ഭാഗികമായി ഒരു അക്കൗണ്ടിലേക്കും ഭാഗികമായി മറ്റൊരു അക്കൗണ്ടിലേക്കും ക്രെഡിറ്റ് ചെയ്യുമ്പോൾ സമർപ്പിക്കേണ്ട ചെലാൻ എങ്ങനെയായിരിക്കണമെന്നാണ്. ഒരു ഗവൺമെന്റിലേക്കുള്ള പേയ്മെന്റ് ആണ്. അപ്പോൾ അത് ഇപ്പോൾ 10,000 രൂപ, 5,000 രൂപ ഒരു അക്കൗണ്ടിലേക്കും 5,000 മറ്റൊരു അക്കൗണ്ടിലേക്കും ആണെങ്കിൽ അത് രണ്ടും ക്രെഡിറ്റ് ചെയ്യപ്പെടുമ്പോൾ സമർപ്പിക്കേണ്ട ചെലാൻ ഏതാണ്? അത് ഓരോ അക്കൗണ്ടിനും പ്രത്യേക ചെലാൻ. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓരോ അക്കൗണ്ടിനും പ്രത്യേകം ചെലാൻ വെക്കണം. അല്ലെങ്കിൽ പല അക്കൗണ്ടിലേക്ക് ഒരുമിച്ച് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാൻ കഴിയില്ല. സെപ്പറേറ്റ് ചെലാൻ ഫോർ ഈച്ച് ഹെഡ് ഓഫ് അക്കൗണ്ട്. നമുക്കറിയാലോ, ഓരോ അക്കൗണ്ടിലേക്കും എന്ന് പറയുമ്പോൾ തന്നെ ആ ഓരോ അക്കൗണ്ടിനും ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോ ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് പണം അടയ്ക്കുമ്പോൾ ഓരോന്നിനും പ്രത്യേകം ചെലാൻ വെക്കണം. ഓക്കെ, അടുത്ത ചോദ്യം, അയച്ച് തുക സ്വീകരിച്ചതിന് ശേഷമുള്ള ചെലാന്റെ യഥാർത്ഥ പകർപ്പ് ട്രഷറി ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്? പണം നമ്മൾ അടച്ചു, അപ്പം നമ്മൾ ചെലാൻ വെച്ചിട്ടാണ് പണം അടച്ചത്. അപ്പോൾ ആ ചെലാന്റെ ഒറിജിനൽ കോപ്പി ആർക്കാ കൊടുക്കുക? പണം അടയ്ക്കുന്ന വ്യക്തിക്കാണ്. മനസ്സിലായില്ലേ? പണം അയക്കുന്ന വ്യക്തിക്കാണ്. ഓർ ടു ദ റെമിറ്റർ. ആരാണോ റെമിറ്റർ അയാൾക്കാണ് ഈ പണം ഒടുക്കിയതിൻ്റെ യഥാർത്ഥ ചെലാൻ കോപ്പി നൽകുന്നത്. അടുത്തത് ഫോറോ ആണ്, വിട്ടു. അടുത്ത ചോദ്യം, ഓരോ ദ ചെലാൻസ് റിലേറ്റിംഗ് ടു ഈച്ച് സബ്സിഡിയറി രജിസ്റ്റർ ഷാൽ ബി നമ്പേർഡ് ഇൻ എ കോൺസിക്യൂട്ടീവ് സീരീസ്. കേൾക്കണേ, ദ ചെലാൻസ് റിലേറ്റിംഗ് ടു ഈച്ച് സബ്സിഡിയറി രജിസ്റ്റർ ഷാൽ ബി നമ്പേർഡ് ഇൻ എ ഡാഷ് കോൺസിക്യൂട്ടീവ് സീരീസ്. അപ്പോൾ അതായത് ഓരോ സബ്സിഡിയറി രജിസ്റ്ററുമായി ബന്ധപ്പെട്ട ചെലാനുകൾ ഏത് വർഷം തോറും ഏത് കാലഘട്ടത്തിനിടയ്ക്ക് തുടർച്ചയായ ശ്രേണിയിൽ അക്കമിട്ടിരിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ഒരു മാസത്തേക്ക് ഒരു ശ്രേണി അങ്ങനെ കണക്കാക്കാം. ഒരു മാസത്തേക്ക് തുടർച്ചയായിട്ട് 1 തൊട്ട് തുടങ്ങി നമ്പർ ഇടും. ഏതിന്? സബ്സിഡിയറി രജിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചെലാനുകൾ. ആ ചെലാനിൽ 1, 2, 3 ആ മാസത്തെ നമ്പർ ഇടും. അടുത്ത മാസം വരുമ്പോൾ വീണ്ടും 1, 2, 3 ഇടും. അപ്പോൾ മന്ത്ലിയാണ്, മാസത്തിലാണ് തുടർച്ചയായ ശ്രേണിയിൽ അക്കൗണ്ട് ഇരിക്കുക. ദ ചെലാൻസ് റിലേറ്റിംഗ് ടു ഈച്ച് സബ്സിഡിയറി രജിസ്റ്റർ ഷാൽ ബി നമ്പേർഡ് ഇൻ എ മന്ത്ലി കോൺസിക്യൂട്ടീവ് സീരീസ്. മന്ത്ലി, മാസത്തിലാണ് സീരിയൽ നമ്പർ ഇടുന്നത്. അടുത്ത മാസം വരുമ്പോൾ മറ്റൊരു സീരിയൽ നമ്പർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അടുത്ത ചോദ്യം, സെൻട്രൽ ട്രഷറി
എന്നാൽ ഇനി പറയുന്ന എന്താണ്? സെൻട്രൽ ട്രഷറി മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ്. സെൻട്രൽ ട്രഷറി മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എന്താണ്? ഒരു ട്രഷറിയോ സബ് ട്രഷറിയോ. സെൻട്രൽ ട്രഷറി എന്താണെന്ന് നമ്മൾ പറയുന്നത് ഒരു ട്രഷറി അല്ലെങ്കിൽ സബ് ട്രഷറി. അത്രയും മനസ്സിലായല്ലോ. ഇനി അത് ഒരു സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള ട്രഷറിയോ സബ് ട്രഷറിയോ അല്ല. അങ്ങനെയെങ്കിൽ അതിനെ നമുക്ക് സെൻട്രൽ ട്രഷറി എന്ന് പറയാം. ഒരു ട്രഷറി അല്ലെങ്കിൽ സബ് ട്രഷറി അത് ട്രഷറിയോ സബ് ട്രഷറിയോ എന്തിന്റെ നിയന്ത്രണത്തിലല്ല? സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ളവയല്ലെങ്കിൽ അവയെ നമുക്ക് സെൻട്രൽ ട്രഷറി എന്ന് പറയാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വനം വകുപ്പിന്റെ ടെൻഡറുകൾ വഴി നടത്തിയ സമ്പാദ്യമായ പണം ഇപ്രകാരം ക്രെഡിറ്റ് ചെയ്യണം. വനം വകുപ്പിൽ ഒരു ടെൻഡർ നടത്തി പണം സ്വീകരിച്ചു. അപ്പോൾ അത് സർക്കാർ ഏതിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നാ ചോദിച്ചത്. അത് റവന്യൂ ഡിപ്പോസിറ്റ് ആയിട്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. റവന്യൂ, അതായത് നമ്മളിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റവന്യൂ ഡിപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അത് സർക്കാരിന്റെ റവന്യൂ അല്ല. ഈ ഡിപ്പോസിറ്റ് എന്നൊരു വാക്കുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ആ പണം തിരികെ കൊടുക്കേണ്ടതാണെന്നാണ്. അപ്പൊ ഇവിടെ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിപ്പോസിറ്റ്, അതെന്താ അത്? അതിനാണ് നമ്മൾ ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ലേലത്തിൽ പങ്കെടുക്കുന്ന വ്യക്തി കെട്ടിവെക്കേണ്ട തുക, അതിനാണ് നമ്മൾ നിരതദ്രവ്യം അഥവാ ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ്, അതുമല്ലെങ്കിൽ EMD എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ പണം തിരികെ കൊടുക്കേണ്ടതായിരിക്കും. അപ്പോൾ എന്നാലും അത് നമ്മൾ ആ നിക്ഷേപം ഡിപ്പോസിറ്റ് വാങ്ങിയേ ലേലത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റുള്ളൂ. ഒരാളുടെ അടുത്ത് നിന്ന് ഇപ്പൊ 10,000 രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞാൽ അത് കെട്ടിവെച്ചിട്ട് മാത്രമേ ആ ലേലത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റുള്ളൂ. തേക്ക് ലേലം ആയിക്കോട്ടെ, നമുക്ക് ഏറ്റവും ഫേവറായിട്ടുള്ള വാക്കാതാ എപ്പോഴും തേക്ക് ലേലം. നിലമ്പൂർ തേക്ക് ലേലം ചെയ്യാണ് വനം വകുപ്പ്. അപ്പൊ കെട്ടിവെച്ചു. ഓക്കെ, ചോദ്യം എന്താണെന്ന് നോക്കാം. അങ്ങനെ കെട്ടിവെച്ച പണം തൽക്കാലം ഏതിലാണ് ക്രെഡിറ്റ് ചെയ്യാന്ന്? അത് തിരിച്ചു കൊടുക്കേണ്ടതാ. അപ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യേണ്ടത് സർക്കാരിന്റെ റവന്യൂ ഡിപ്പോസിറ്റിലാണ്. റവന്യൂ നിക്ഷേപമായിട്ടാണ് അത് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. പിന്നീട് അത് ഡിപ്പോസിറ്റ് ആണ്, തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് റവന്യൂ ഡിപ്പോസിറ്റ് എന്ന് വന്നിരിക്കുന്നത്. സർക്കാർ റവന്യൂവിൽ ക്രെഡിറ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, സർക്കാരിന്റെ റവന്യൂ ഡിപ്പോസിറ്റിൽ ക്രെഡിറ്റ് ചെയ്യണം. അടുത്ത ചോദ്യം. അനാമത്ത്, ദ ടേം അനാമത്ത് റിലേറ്റഡ് വിത്ത്. അനാമത്ത് പറഞ്ഞാൽ എന്താണ്? അനാമത്ത് ബന്ധമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു താഴെ പറയുന്നവയിൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അനാമത്ത് എന്ന് പറഞ്ഞാൽ ട്രഷറിയുടെ കണക്കിൽ പെടുത്താതെ ട്രഷറി സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കേണ്ടി വരുന്ന ഏതെങ്കിലും തുകയോ സാധനത്തെയാണ് നമ്മൾ അനാമത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഉദാഹരണത്തില് ട്രഷറി ഇടപാടിനായി തുറക്കാത്തപ്പോൾ സ്വീകരിച്ച ഒരു വില്ലേജ് റെമിറ്റൻസ്. ട്രഷറി ഇടപാടിനായിട്ട് തുറക്കാത്തപ്പം ഒരു ദൂരെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് പണം കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നാൽ അത് നമ്മൾ ട്രഷറിയുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്താൻ നിവൃത്തിയില്ല. എന്താ കാരണം? ട്രഷറി ഇടപാടിനായിട്ട് തുറന്നിട്ടില്ല ആ സമയത്ത്. പക്ഷേ ട്രഷറിയുടെ സ്ട്രോങ് റൂമിൽ ഇത് വെക്കാം. ആ വെക്കുന്ന അത് വെക്കുക മാത്രമേ ഉള്ളൂ. പിന്നെ പിറ്റേ ദിവസം തന്നെ അത് കണക്കിൽ പെടുത്തണം. ആ വെക്കുന്ന തുകയ്ക്കാണ് നമ്മൾ അനാമത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞത്. അനാമത്തിന് ഒരു എക്സാമ്പിൾ ആണ്. ഇങ്ങനെ പലതരത്തിലുള്ള അനാമത്തുകളുണ്ട്. ട്രഷറി ഇടപാടിനായി തുറക്കാത്തപ്പോൾ സ്വീകരിച്ച ഒരു വില്ലേജ് റെമിറ്റൻസ്. എ വില്ലേജ് റെമിറ്റൻസ് വിച്ച് ഈസ് റിസീവ്ഡ് വെൻ ദ ട്രഷറി ഈസ് നോട്ട് ഓപ്പൺ ഫോർ ട്രാൻസാക്ഷൻ. അപ്പോൾ ട്രഷറിയുടെ കണക്കിൽപ്പെടുത്താതെ ട്രഷറി സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്ന പണത്തിനോ വസ്തുവകകൾക്കോ നമുക്ക് എന്ത് പറയാം? തൽക്കാലത്തേക്ക് അനാമത്ത് എന്ന് പറയാം. ഓക്കെ. അടുത്ത ഫോറം 3 ഫോറം ഒരുമിച്ച് വന്നിരിക്കുന്നു. 44, 45, 46 ഫോറമാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നന്നായിട്ട് ഫോറങ്ങൾ ഉണ്ട് കേട്ടോ. ഇത് തന്നെ മര്യാദയ്ക്ക് തെറ്റാതെ എഴുതിയാൽ ഒരു 10-30 മാർക്കിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അടുത്ത ചോദ്യം. ഒരു സർക്കാർ പരീക്ഷയ്ക്കുള്ള നിരവധി ഉദ്യോഗാർത്ഥികളുടെ ഫീസ് ട്രഷറിയിൽ ഒറ്റത്തവണയായിട്ട് അടയ്ക്കുന്നു. ഒരു തവണയായിട്ട് ഫീസ് അടച്ചാൽ റെസീറ്റ് എങ്ങനെ നൽകുന്ന ചോദ്യം. അപ്പോൾ ഉദ്യോഗസ്ഥരുടേതാവണമെന്നില്ല, കുട്ടികളുടെ. അപ്പോൾ SLC
10ാം ക്ലാസ് കുട്ടികളുടെ ഫീസ്, ഒരു സ്കൂളിലെ കുട്ടികൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന 500 കുട്ടികളുടെയും ഫീസ് ഒരുമിച്ച് ട്രഷറിയിൽ അടച്ചു. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഒറ്റ റെസീറ്റ് കൊടുത്താൽ മതി. മൊത്തത്തിൽ ഒറ്റ റെസീറ്റ് കൊടുത്താൽ മതി. മനസ്സിലാക്കിക്കോണേ. വെൻ ദ ഫീസ് ഓഫ് എ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ എ ഗവൺമെന്റ് എക്സാമിനേഷൻ ആർ പെയ്ഡ് ഇൻ ടു ദ ട്രഷറി ഇൻ ലംബ്, ഒരുമിച്ച് അടച്ചു. ദ റെസീറ്റ് ഷാൽ ബി ഗിവൺ ഇൻ, എങ്ങനെ കൊടുത്താൽ മതി? എ സിംഗിൾ റെസീറ്റ് ഫോർ ദി ലംസം ആസ് എ വോൾ. ആ മൊത്തം സംഖ്യയ്ക്ക് ഇന്നയാൾ 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 എന്ന് പറയണ്ട, മൊത്തം സംഖ്യയ്ക്ക് ഒറ്റ റെസീറ്റ് കൊടുത്താൽ മതി. ബാക്കി കണക്കും പേരും ഒക്കെ ബന്ധപ്പെട്ട സ്ഥാപനം സൂക്ഷിച്ചാൽ മതി. ഓക്കെ, ഒറ്റ റെസീറ്റ്, മൊത്തത്തിൽ ഒരൊറ്റ റെസീറ്റ്. എ സിംഗിൾ റെസീറ്റ് ഫോർ ദ ലംസം ആസ് എ വോൾ. ക്ലിയർ അല്ലേ? ട്രഷറിയുടെ കറൻസി ചെസ്റ്റിലെ ഉള്ളടക്കം ആരുടെ സ്വത്താണ്? കറൻസി ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ആരുടെ സ്വത്താ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്വത്താണ്. ഓക്കെ, അടുത്ത ചോദ്യം. ട്രഷറിയിലെ എല്ലാ സ്ട്രോങ് റൂമുകളും PW എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എപ്പോൾ പരിശോധിക്കണം? സ്ട്രോങ് റൂം വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷം തോറും, ആനുവലി എന്ന് നമുക്ക് പറയാം. ട്രഷറി സ്ട്രോങ് റൂമുകൾ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വർഷത്തിലൊരിക്കൽ, ഓരോ വർഷവും പരിശോധിക്കേണ്ടതാണ്. അടുത്തത് ഫോറമാണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പകുതി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ പറയും. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ക്ലാസ്സുകളൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ? ഡിസ്കഷൻസ് ഒക്കെ എങ്ങനെ, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാകാതെ ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലാസ് എങ്ങനെയാവട്ടെ, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് കമൻറ്റിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തണം എന്നാ പറയാനുണ്ട്. ഓക്കെ, ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.